നമസ്കാരം. ഞാനിന്ന് ചങ്ങനാശ്ശേരി കുറുമ്പനാടത്തിന് സമീപം കൊല്ലംപറമ്പിൽ മാത്യുച്ചൻ്റെ ഫാമിലാണ്. നമ്മുടെ മാത്യുച്ചൻ എന്ന് പറയുമ്പോഴത്തേക്കും പല കൃഷികൾ ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് ആട് കൃഷിയെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ ആട്ടുകൃഷിയെ കുറിച്ചൊന്നും പറയാമോ? എങ്ങനെ? ആട് ഞാനിപ്പോൾ 2 വർഷമായി തുടങ്ങിയിട്ട്. ആടിനെ കുറെ എണ്ണത്തിനെ വിറ്റു. ഇപ്പൊ ബാക്കി കുറെ ഉണ്ട്. ഒരു 4-5 മുട്ടനും ഉണ്ട്. ബാക്കി പെണ്ണാടാണ്. മിക്കവാറും ഉള്ളതൊക്കെ ചെനയായിട്ട് വയറ്റിലുള്ളതുണ്ട്. ഈ മുട്ടനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇതെന്താ, ഏതിനാണത്? ഇത് പിന്നെ ബീറ്റലിന്റെ ക്രോസ് ആണത്. അതിന്റെ ചെവി എത്ര നീണ്ടു കിടക്കും? അതുകൊണ്ട് അത് ബീറ്റലിന്റെ അല്ലേ ക്രോസ് അത്. പിന്നെ അത് പിന്നെ സിരോഹിയുടെ ക്രോസ് ആണ്. ഇത് മലബാറിയാണ്. ഈ മുട്ടൻ അത് മുട്ടനല്ലേ? ഇത് മുട്ടന. അത് മലബാറി. ഇവിടെ പറഞ്ഞോണ്ടല്ലോ ഇതെന്തോ ഇതെല്ലാം ഇതും മലബാറിയാണ്. ഇതും മലബാറിയാണ്. എനിക്ക് മലബാറിയാണ് ആടുള്ളത്. ആണല്ലേ? ചേട്ടാ മലബാറി ആടുകളെ വളർത്താനുള്ള കാര്യം എന്താ? കൂടുതലും വളർത്താനുള്ള കാര്യം എന്താ? അതിന് അസുഖം കുറവാണ് മറ്റുള്ള ആടിനെ അപേക്ഷിച്ച്. ആണല്ലേ? അത് പിന്നെ രാവിലെ ഇച്ചിരി വെള്ളം കൊടുക്കും, അങ്ങ് അഴിച്ചു വിടും. അല്ലെങ്കിൽ ചിലപ്പോൾ കെട്ടും. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പിന്നെ പുളിമ്പൊടി കൊടുക്കും. എന്നിട്ട് അഴിച്ചു വിട്ടേക്കും. പിന്നീട് 4 മണിയാകുമ്പം കയറ്റും. ഇച്ചിരി വെള്ളം കൊടുക്കും. അത്രയേ ഉള്ളൂ. അത് നടന്ന് തിന്നോളും. അല്ലെങ്കിൽ കെട്ടുന്നിടത്ത് നിന്ന് കെട്ടുപാടും അഴിച്ചു മാറ്റി കെട്ടും. നമുക്ക് തോട്ടവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പിന്നെ പുല്ല് നമുക്കൊന്ന് ഒഴിവായി കിട്ടും. കണ്ടവാനും പുല്ലായിരുന്നു തോട്ടത്തില്. അപ്പൊ അത് ഒഴിവായി കിട്ടും. അപ്പൊ ഈ റബ്ബറിലൊക്കെ കഴിക്കുക? റബ്ബറില് അത്ര സീസണിലേ ഉള്ളു. ഈ മഴ സീസണിലാണ് ഈ റബ്ബർ ഇല പൊഴിയുന്നതും കാര്യങ്ങളും കിളിപ്പ് വരുന്നതും. അന്നേരത്തേക്ക് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി കെട്ടും. അപ്പൊ ഒരു സ്ഥിരമായിട്ട് ഒരിടത്ത് തന്നെ നിർത്തുന്നില്ല. ഇങ്ങനെ മാറ്റി കുറച്ച് അഴിച്ചു വിടുകയൊക്കെ ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് വേറെ ഫുഡുകളൊന്നും കൊടുക്കുന്നില്ല. ഒന്നുമില്ല. പിന്നെ വൈകുന്നേരം ചില ദിവസങ്ങളിൽ ഇറക്കി വിട്ടില്ലെങ്കിൽ മഴ സീസണിൽ ചിലപ്പോൾ രാവിലെ കൊടുക്കും. പുല്ലോ രാവിലെ വീട്ടിൽ കൊടുത്താൽ അകത്ത് കെട്ടിയിടുവാണ്. പിന്നെ ഇവരുടെ പാല് ഞാൻ കറക്കാറില്ല അധികം. കാരണം കുട്ടികൾക്ക് തന്നെ അങ്ങ് കൊടുക്കുക. ഒരു സ്വല്പം നമ്മുടെ ആവശ്യത്തിന് മാത്രമുള്ളത് എടുത്തേച്ച് 1 ഗ്ലാസ് പ്ലാവെല്ലാം എടുത്തേച്ച് ബാക്കി അവർക്ക് തന്നെ അങ്ങ് കൊടുക്കുക. അപ്പൊ ഇത് ലാഭകരമാണോ? കൃഷി ലാഭകരമാണോ? ലാഭകരം എന്ന് വെച്ചാൽ നമ്മൾ നോക്കി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കുഴപ്പമില്ല. നമ്മൾ പറമ്പുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മള് തീറ്റ മേടിക്കാൻ പോയാൽ ഭയങ്കര വിലയാണ്. തീറ്റയ്ക്ക് ഭയങ്കര വിലയാണ്. പിന്നെ നമ്മൾ മേടിക്കുമ്പം വിലയും കൊടുക്കുമ്പം വിലയില്ല ആടിന്. ഇപ്പൊ ഇച്ചിരി വില വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാലും ആരും അത്ര വില വെക്കുകയില്ല. ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മുട്ടനാടെ ഇത് ഏകദേശം എത്ര വയസ്സാകുമ്പോഴത്തേക്കും? ഇതിപ്പോ 1 വയസ്സ് കഴിഞ്ഞു. 1 വയസ്സ് കഴിഞ്ഞു. ഇതെങ്ങനെ ഇത് ഇറച്ചിക്ക് കൊടുക്കുവാണോ? വളർത്താനായിട്ട് 1-2 പേര് ചോദിച്ചിട്ടുണ്ട്. വളർത്താനായിട്ട് ആണല്ലേ? അപ്പൊ ഒന്നുകൂടെ ഒന്ന് പറയാം, മുട്ടനാടിന്റെ പ്രത്യേകത? അത് സിരോഹി ക്രോസ് ആണ്. പുള്ളിയും പാടുള്ളത്. ഇത് ബീറ്റലിന്റെ ഒരു ക്രോസ് ആണ്. ഇതിനിപ്പോ തീറ്റയുടെ ഇപ്പൊ മഴ ആയതുകൊണ്ട് തീറ്റയുടെ ഒക്കെ ഒരു സ്വല്പം കുറവുണ്ട്. കൂട്ടിനകത്ത് തന്നെ ഇട്ടേക്കുക. ഇത് ഈ അഴിഞ്ഞു നടന്ന് തിന്ന് പരിചയമുള്ള തീറ്റിൽ പിന്നെ കെട്ടിയിട്ട് കൊടുത്താൽ അധികം തിന്നാനായിട്ട് മടിക്കുന്നുണ്ട്. ചേട്ടാ ഇതിന് വരുന്ന അസുഖങ്ങളെ കുറിച്ച്? അസുഖങ്ങൾ എന്ന് വെച്ചാൽ ഇതിന് ചുമയുണ്ട്, പനി വരും ഈ കണ്ടവാനം നനഞ്ഞു കഴിഞ്ഞാല്. പിന്നെ കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും കാണുന്നില്ല. അന്നേരം ഡോക്ടറെ വിളിച്ച് അതിനുള്ള മരുന്ന് മേടിച്ചു കൊടുക്കും. പ്രത്യേകിച്ച് അങ്ങനെ ഇതുവരെ അധികം അസുഖം വന്നിട്ടില്ല. പിന്നെ ഇതിന്റെ ആക്രമിക്കുന്ന ജീവികളൊക്കെ പട്ടി ഇവിടെ പട്ടിയുണ്ട് കണ്ടവാനം. ഇങ്ങനെ തുറന്നു കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് പട്ടി കണ്ടവാനമുണ്ട്. അത് കാരണമാണ് ഇപ്പൊ കെട്ടിയിട്ട് നമ്മൾ ആരെങ്കിലും ഒക്കെ അടുത്ത് നിൽക്കണം. 1 മണിക്കൂർ തിന്നാല് സംഗതി ഇതിന്റെ വയറ് നിറയും. ഓടി കിടന്ന് അഴിച്ചു വിടുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് വയറ് നിറച്ച്. അപ്പൊ അങ്ങനെയുള്ള പുല്ലുണ്ട് ഇവിടെ അല്ലേ? അതിനുള്ളതുണ്ട്. വേനൽക്കാര്യം ഇച്ചിരി കുറവ്. എന്നാലും ഇന്നേരം അഴിച്ചങ്ങ് വിട്ട് ഓടി നടന്ന് തിന്നും. പുറകെ നടക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഇവന്മാര് തമ്മിൽ ഇങ്ങനെ ആക്രമണമൊക്കെ അതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കിട്ടുന്നോണ്ടാണ്. ആണല്ലേ? അഴിച്ചു വിടേക്കാണെങ്കിൽ യാതൊരു ശല്യമില്ല. അതുങ്ങൾ അവരവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഓടി നടക്കും. വയറ് നിറഞ്ഞു കഴിയുമ്പോൾ തന്നെ കൂട്ടി കയറും. കുഞ്ഞുങ്ങളെ എവിടെ നിന്നാ വാങ്ങിക്കുന്നത്? കുഞ്ഞുങ്ങളെ ഇപ്പൊ ഇല്ല, ഇതിന്റെ തന്നെ കുഞ്ഞുങ്ങളാ ഈ നിൽക്കുന്നതെല്ലാം. അപ്പം ശരി ചേട്ടാ. അപ്പൊ ചേട്ടാ ആടിന്റെ വിവരങ്ങൾ ഇത്രയും പറഞ്ഞു തന്നല്ലോ. ഇനി എന്താ? പോത്തുണ്ട്, പിന്നെ കോഴിയുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത പോത്തിന്റെ കുറിച്ച് നോക്കാം. ഓക്കെ ചേട്ടാ.
മാത്യു ചേട്ടാ, പോത്ത് കൃഷിയുടെ കാര്യം ഒന്ന് പറയാം. എങ്ങനെ അതിനെ എവിടുന്നാ വാങ്ങുന്നത്, പരിപാലനം കാര്യങ്ങളൊക്കെ എന്ന് പറയാം. ഞാൻ ഇതിനെ കോട്ടയത്തു നിന്ന് മേടിച്ചതാണ്. ഇപ്പൊ 2-2.5 വർഷമായി. രാവിലെ ഇച്ചിരി വെള്ളം കൊടുക്കും. ഇതിനും വെള്ളം എന്ന് പറഞ്ഞാൽ പുളുമ്പടിയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ തോട്ടത്തിലേക്ക് അഴിച്ചു വിട്ടേക്കും. നേരത്തെ അഴിച്ചു വിടുമായിരുന്നു, ഇപ്പം അങ്ങ് കെട്ടിയിടും. കെട്ടിയിട്ട് കഴിഞ്ഞ് കണ്ടവനെ ഓടിപ്പോകുന്നത് തീറ്റ തന്നെ അഴിച്ച്. അപ്പം അതിനെ കെട്ടി പിന്നെ വൈകുന്നേരമാണ് 2 നേരം ഇപ്പം മാറ്റി കെട്ടും. പിന്നെ വൈകുന്നേരം ഒന്ന് കുളിപ്പിക്കും. ചില ദിവസങ്ങളിൽ രാവിലെ കുളിപ്പിക്കും, അല്ലെങ്കിൽ വൈകുന്നേരം കുളിപ്പിക്കും. ഇവിടെ ഈ അടുത്ത് പാടമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ കരയിൽ തന്നെയാണ് വളർത്തുന്നത്. ഇതിന് വെള്ളം കൂടുതൽ ആവശ്യമാണ്. കണ്ടമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി തണുക്കണം ഇത് കണ്ടവാനം. അതുകൊണ്ടാണ് കുളിപ്പിക്കുന്നത്. കുളിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ഉഷാറാണ്. പിന്നെ ഞാൻ രാവിലെ കുളിപ്പിച്ചേച്ച്, അല്ലെങ്കിൽ വൈകുന്നേരം ഉച്ചയാകുമ്പോഴത്തേനും ഒന്ന് കുളിപ്പിക്കും, ഒന്ന് തണുപ്പിക്കും. പിന്നെ ഒന്നുകൂടെ കൊണ്ടുപോയി കെട്ടും. പിന്നെ പറമ്പിൽ തന്നെ കെട്ടുക, അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് കൂടൊന്നും ഇല്ല. റബ്ബറിലോട്ട് തന്നെ അങ്ങ് കെട്ടിയേക്കും. ഈ പോത്തുകൾക്ക് എത്ര വയസ്സായി? ഇതിപ്പം 2.5 വയസ്സ് കഴിഞ്ഞു. 2.5 വയസ്സായി. 2 വർഷമായി ഞാൻ മേടിച്ചിട്ട്. എത്രാമത്തെ മാസം കൊണ്ടുവന്നത്? അത് മാസം നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, കാരണം കച്ചവടക്കാരുടെ നിന്ന് എടുക്കുന്നതല്ലേ. കോട്ടയത്തു നിന്ന് കച്ചവടക്കാരുടെ നിന്ന് എടുക്കുന്നത്. പിന്നെ ഇതിന്റെ പരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുമില്ല. ഇത് വിലകുളിയെ കൊടുക്കണം. അത് 6 മാസം കൂടുമ്പോഴത്തേനും. എല്ലാ 6 മാസം 6 മാസം 1 വർഷം വിലകുളിയെ കൊടുക്കണം. വിലകുളിയെ കൊടുത്തില്ലെങ്കിൽ തീറ്റി പമ്പും. തീറ്റി എടുക്കില്ല. ശരീരം ഒന്ന് നന്നായി കിട്ടണമെങ്കിൽ. പിന്നെ കുടി കൊടുക്കണം നല്ലപോലെ. തണുപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ചേട്ടൻ പറഞ്ഞ രാവിലെ പുളിയേരി വെള്ളം കൊടുക്കുന്നു പറഞ്ഞു. രാവിലെ കൊടുക്കും. അത് വൈകുന്നേരം ഞാൻ ഒരു ചെമ്പ് ഒന്നിച്ച് അനത്തുക. പകുതി രാവിലെയും കൊടുക്കും, പകുതി വൈകിട്ടും കൊടുക്കും. പിന്നെ പ്രത്യേകിച്ച് വേറെ പുളിയേരി അല്ലാതെ വേറെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ കടലപ്പിണ്ണാക്കോ അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ പുഷ്ടിയാവും. പക്ഷെ അതൊക്കെ ഭയങ്കര വിലയാണ്. പുളിയരിക്ക് തന്നെ ഇപ്പം 2800 രൂപ വിലയാണ് ഒരു ചാക്കിന്. 1800 1900 രൂപ അത്രയും വിലയുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു പോത്തിന് എത്ര രൂപയുടെ ചെലവ് വരും ഈ തീറ്റേനെ മാത്രമായിട്ട്? ഈ പറഞ്ഞ പുളിയരി അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോ ദിവസവും കുടിക്കുന്നത്. 4 കിലോ ഇപ്പം ഞാൻ ഒരു 5 കിലോ പുളിമ്പടി ഇപ്പോൾ ഇടുന്നുണ്ട്. ചിലപ്പോൾ 7 കിലോ ഇടും. അങ്ങനെയാണ് അതിൻ്റെ. പക്ഷെ അത് ഇത് വരുന്ന കുഴപ്പമില്ലെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ തീറ്റ കൊടുക്കും തോറും ഇത് വണ്ണം വെക്കും, പുഷ്ടിയാവും. പക്ഷെ കൊടുക്കുമ്പം വില നമുക്ക് അതിനനുസരിച്ച് കിട്ടാൻ പാടാണ്. പിന്നെ ചേട്ടാ, ഈ ഒറ്റയ്ക്ക് ഓരോരുത്തർ വളർത്തുന്നുണ്ട്. അതൊക്കെ അവരൊരു ഹോബിയായിട്ടും ഒരു പാഷനാണ്. ചേട്ടൻ എത്ര പോത്ത് വരെ വളർത്തിയിട്ടുണ്ട്? ഞാൻ 8 പോത്ത് വരെ വളർത്തിയിട്ടുണ്ട്. പിന്നെ ഇത് കൂടുതൽ ഞാൻ എടുത്തത് വെച്ചാൽ കാട് തെളിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാ. കാരണം തോട്ടം വെട്ടുന്നില്ലായിരുന്നു. അപ്പൊ കാട് കണ്ടവാനം കയറി ഒരാൾ പൊക്കത്തിൽ കാടായി. അപ്പൊ കാട് തെളിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാ. ഇതിങ്ങനെ കെട്ടി ഓരോ ഏരിയ കെട്ടി ഇനി പോകുക. കാരണം കാട് തെളിഞ്ഞു കിട്ടും. മാറ്റി കെട്ടിയാൽ മതി. അപ്പൊ ഇതിനെ കെട്ടി കഴിഞ്ഞേച്ച് ഒന്ന് തെളിഞ്ഞു കഴിയുമ്പം അതിന്റെ കുറെ ആടിനെ അങ്ങോട്ട് കെട്ടും. അപ്പൊ ബാക്കി വരുന്ന പുല്ലുകളൊക്കെ ആട് കൂടി നടന്നു തിന്നും. ഈ പോത്ത് പിന്നെ തിന്നുമോ? പോത്ത് തിന്നേ ചെന്ന് തെളിയല്ലോ. തെളിഞ്ഞേച്ച് പുതിയ പുല്ല് താമ്പ് കയറി വരും. പുതിയ താമ്പ് കയറി കഴിയുമ്പോഴത്തേനും ആടിനെ വിടും. അത് കഴിയുമ്പോഴത്തേനും ആ ഏരിയയിലേക്ക് ആക്കി പിന്നെ കോഴിയെ മാറ്റി കിട്ടുന്നത്. കോഴിക്ക് ഇന്ന പുല്ലൊന്നൊന്നുമില്ല. പുല്ല് കിട്ടിയാൽ മതി. പുല്ല് കിട്ടിയാൽ ഫുട്ബോൾ ഗ്രൗണ്ടായി. 2 ദിവസം കൊണ്ട് വിളിപ്പിച്ച് തരും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ ഈ കൂട് മാറ്റുന്നുണ്ട് എപ്പോഴും മാറ്റും. അങ്ങേറ്റത്തും ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ മാറ്റി കിട്ടും. അങ്ങനെ കൊണ്ടുവരുമല്ലേ? അപ്പൊ കറക്റ്റ് ഇങ്ങനെ ഈ റൗണ്ട് അടിച്ച് എടുക്കാവുന്ന രീതിയിലാണോ അതിന്റെ? അല്ല, ഒരു നെറ്റ് അടിച്ച് അതിനകത്ത് തെളിഞ്ഞു കഴിയുമ്പോഴത്തേനും വേറെ നെറ്റ് എടുത്തേച്ച് ഇതിനോട് ചേർത്ത് അടുപ്പിച്ച് അടുത്ത ഏരിയയിലോട്ട് കിട്ടും. ഇതൊക്കെ പൊക്കി കൊടുത്താൽ മതി. പുതിയ നെറ്റാ അല്ലേ? പുതിയ നെറ്റാ. ശരി. ചേട്ടാ, പോത്ത് കൃഷിയെ കുറിച്ച് ചേട്ടൻ ഇപ്പൊ 4 പോത്ത് വിൽക്കാൻ നിൽപ്പുണ്ടല്ലേ? അതെ. ഇപ്പൊ 4 റെഡി ആയിട്ട് കൊടുക്കാൻ. അപ്പം ഈ പോത്ത് കൃഷിയെ കുറിച്ച് അത് ലാഭകരമാണോ, അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന അത് പാഷനായിട്ട് വളർത്തുന്നവർക്ക് മാത്രം ഇതിന്റെ പുറകെ നടക്കണം കുറച്ച്. അല്ലെങ്കിൽ നടക്കുകയില്ല. നമ്മള് കച്ചവടത്തിന് വേണ്ടിയിട്ട് വളർത്തിയാല് നമ്മൾ മുതലാകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ടൈം പാസ് പോലെ വളർത്തുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു സൈഡ് ബിസിനസ് പോലെ വളർത്തുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഈ നമ്മൾ തീറ്റയും കുടിയൊക്കെ കൊടുത്ത് റെഡിയാക്കി വരുമ്പോഴത്തേനും കയ്യിൽ നിന്ന് കാശ് പോകും. പിന്നെ പലപ്പോഴായിട്ട് ചിലവാക്കുന്നു, ഒന്നിച്ച് കിട്ടുന്നു.
അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. ചേട്ടാ ഇതിന് ചില പോത്തുകളൊക്കെ ആക്രമണകാരികളാണല്ലോ, അപ്പൊ അവരെ എങ്ങനെ ഇതൊക്കെ എങ്ങനെ? ആക്രമണമൊന്നുമല്ല, ഇത് നമ്മൾ മൂക്ക് കുത്തിയിട്ടിരിക്കുകയാണ്. പിന്നെ ഇത് പുതിയ ആൾക്കാരെ കാണുമ്പോഴത്തേനും ഒരു പേടി പോലുണ്ട്. ഇല്ലെങ്കിൽ സ്ഥിരം ചെല്ലുന്നവർക്കാകുമ്പോഴത്തേനും ഒരു കുഴപ്പമില്ല, പിടിക്കുന്നതിലേ വരും. ഒരെണ്ണത്തിന് ഞാൻ മൂക്ക് കുത്തിയിട്ടില്ല. കുത്തിയായിരുന്നു, പിന്നെ അങ്ങ് അഴിച്ചു വിട്ടതാണത്. ഇൻഫെക്ഷൻ ആയിരുന്നു, അത് കാരണം ഞാൻ അങ്ങ് അഴിച്ചു വിട്ടു. 1 വർഷം മുമ്പൊക്കെ അഴിച്ചു വിട്ടു. അത് ഇച്ചിരി സോഫ്റ്റ് ആണ് അതിന്റെ മൂക്കിന്റെ അവിടെ. അപ്പൊ ശല്യമൊന്നുമില്ല. മറ്റുള്ള പോത്തുകളുള്ളതുകൊണ്ട് അതിന്റെ കൂടെ തന്നെ നിന്നോളും. കാരണം ഇത് ഒറ്റപ്പെട്ട് പോകില്ല. കാരണം ഈ 4 പേരെ ഒന്നിച്ച് കൊണ്ടുവന്നതുകൊണ്ട് ഇവര് 4 പേരും കമ്പനിയാണ്, ഒന്നിച്ചേ നടക്കത്തുള്ളൂ. ചേട്ടൻ പശു കൃഷി എന്താ നിർത്താൻ കാര്യം എന്താ? പശുവിന് അസുഖങ്ങൾ കൂടുതലാണ്. അസുഖങ്ങൾ, കുളമ്പ് രോഗം, ബാക്കിയുള്ള കുറെ അസുഖങ്ങൾ വരും. അതിന് അത്രയ്ക്ക് അതുപോലെ പരിപാലിച്ചില്ലെങ്കിൽ ശ്രദ്ധ കൂടുതൽ വേണം. ചേട്ടാ ഇനി അടുത്ത കൃഷി എന്താ? ഇനി എനിക്ക് മുട്ടക്കോഴിയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? പോകാം. ചേട്ടാ ഇനി അടുത്ത നമ്മുടെ കോഴി കൃഷിയോ? മാതിച്ചേട്ടൻ കോഴി കൃഷിയെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ പൂവൻകോഴിയാണ് മേടിച്ചത്. ചേട്ടൻ പൂവൻകോഴി കുഞ്ഞുങ്ങളെ വളർത്താനുള്ള കാര്യം എന്തുവാ? പൂവൻകോഴിയെ 5 രൂപ വിലയുള്ളൂ അതിന്. പെടക്കോഴിക്ക് 25 രൂപ വിലയാണ്. പെടക്കോഴി കുഞ്ഞുങ്ങൾക്ക് 25 രൂപ. പിന്നെ അതിനകത്ത് പൊട്ട് കഴിച്ച് നമുക്ക് ലക്കുണ്ടെങ്കിൽ 1ഉം 2ഉം ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. അപ്പൊ അതിനെ അങ്ങനെ കിട്ടുന്നതിനെയാണ് ഞാൻ ഈ മാറ്റിയിട്ടിരിക്കുന്നത്. അപ്പൊ അതൊരു ഇതാണ്, ബെനിഫിറ്റ് ആണ്. മറ്റേ മുട്ട കിട്ടുകയും ചെയ്യും, മറ്റേതിനെ വിൽക്കുകയും ചെയ്യാം. ചേട്ടന് ശരിക്കും പറഞ്ഞാൽ പൂവൻകോഴി മെയിനായിട്ട് വാങ്ങുന്നത്. അതാവുമ്പോ 5 രൂപ വിലയേ ഉള്ളൂ. പെടക്കോഴിക്ക് 25 രൂപ വിലയാ. 25 രൂപ വില ഹാച്ചറിന്ന്. ഞാൻ ഇവിടെ മണ്ണർകാട്ടിൽ നിന്നാണ് മേടിച്ചത്. ചിലപ്പോ ചെങ്ങന്നൂര് പോയി മേടിക്കും. അപ്പൊ ഞാൻ അതിനെ മേടിച്ചിട്ട്. അപ്പൊ വാങ്ങുമ്പോ എത്ര എണ്ണം മേടിക്കും? 2000, 3000? ഇല്ല 10, 500, 600 എണ്ണത്തിനെ ഞാൻ മേടിക്കും. ഓരോരോ ലോട്ട് അതിനുള്ളതേ ഉള്ളൂ. അപ്പൊ മേടിക്കുമ്പം പല പ്രാവശ്യമായിട്ട് മേടിക്കണമെന്നേ ഉള്ളൂ. ഒന്ന് വളർന്ന ഒരു പകുതി ആയി കഴിയുമ്പോഴേ മേടിക്കാവുള്ളൂ. അപ്പൊ 10-500 എണ്ണത്തിനെ ഞാൻ മേടിക്കും. അപ്പൊ അതിനകത്തൊന്നും എനിക്ക് കിട്ടുന്ന പെടക്കുഞ്ഞുങ്ങളാ ഇത്. അപ്പൊ 5 രൂപ വിലയെ വരുന്നുള്ളൂ പൂവിനുള്ളൂ. പൂവിനെ ഞാനങ്ങ് വിൽക്കും. പെടക്കോഴിയെ ഞാൻ വളർത്തും. ഇതൊരു 10-80 എണ്ണം ഉണ്ട്. അപ്പൊ ചേട്ടാ ഞാൻ ചോദിക്കുന്നത്, പെടക്കോഴി എന്ന് പറയുമ്പോൾ മുട്ടയ്ക്ക് വേണ്ടി ലക്ഷ്യമാക്കി വളർത്തുന്നു, കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറച്ചിക്ക് വേണ്ടി. പൂവൻകോഴി കൃഷി ലാഭമാണോ? പൂവൻകോഴി അതിനെ നമ്മൾ തുറന്നു വിടുകയാണെങ്കിൽ ലാഭമാണ്. അഴിച്ചു വിടണം. അല്ലാതെ തീറ്റ കോഴി മേടിക്കാൻ പോയ ഭയങ്കര നഷ്ടമാണ്. 2200 രൂപ 2500 രൂപ വിലയാണ് തീറ്റയ്ക്ക്. അങ്ങനെ കൊടുത്താൽ നമുക്ക് ഭയങ്കര നഷ്ടം. ഈ ഹോട്ടലിന്റെ ഫുഡ്, വേസ്റ്റ് ഫുഡ്, പിന്നെ കാറ്ററിംഗുകാരുടെ ഫുഡ്, ഹോസ്റ്റലിലെ പിള്ളേരുടെ സ്കൂളിലെ ഹോസ്റ്റലിലെ ഫുഡ് വേസ്റ്റ്, ഇതെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് നല്ലൊരു ജോലി അവർക്ക് കൊടുക്കും. നല്ല ജോലിയാ. പിന്നെ അതിനും പോകണമെങ്കിൽ നമുക്ക് പെട്രോളിന് വില കാശ് വേണം. അപ്പൊ കുറച്ചൊക്കെ അവരുടെ പോയി എടുത്തോണ്ട് വന്നിട്ട്, എന്നാലും മറ്റേ തീറ്റയേക്കാളും ലാഭമാണ്. കാരണം അത് ഫ്രീ ആയിട്ട് അവർ കളയുന്ന സാധനം ഞാൻ എടുത്തോണ്ട് പോയിരുന്നു. എന്നിട്ട് ഇവർക്ക് കോഴിക്ക് കൊടുക്കുന്നു. ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പൂവൻകോഴിയുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന്റെ അതിന്റെ തീറ്റയുടെ പരിപാലന കാര്യം ഒന്ന് പറയാമോ? പൂവൻകോഴി ആദ്യം നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കണം. സാധാരണ പെടക്കോഴി കുഞ്ഞുങ്ങളെ വളർത്തുന്നത് തന്നെ അതിന് സ്റ്റാർട്ടർ കൊടുക്കണം. അത് 2500 രൂപ വിലയാ. അപ്പൊ 1 മാസം അത് കൊടുത്തു വെച്ച് പിന്നെ കോഴിയെ വെളിയിലോട്ട് വിടും. അത്ര 1 മാസം കൊടുക്കും അല്ലേ? 1 മാസം കൊടുക്കണം. പിന്നെ അത് ഈ ഇപ്പം ചേട്ടൻ കൊണ്ടുവരുന്ന 1 മിനിറ്റ്, ചേട്ടൻ കൊണ്ടുവരുന്ന 1 ദിവസം പ്രായ കുഞ്ഞുങ്ങളല്ലേ കൊണ്ട്? അതെ. അപ്പൊ അതിന്റെ പരിപാലനം എങ്ങനെയാണെന്ന് പറയാമോ? അത് ലൈറ്റ് ഇട്ട് കൊടുക്കണം. നമ്മൾ പേപ്പർ ആദ്യത്തെ ദിവസം പേപ്പർ വിരിച്ചേച്ച്, പത്രപേപ്പർ വിരിച്ചേച്ച് ലൈറ്റ് ഇട്ട് കൊടുക്കും. ചൂട് കൊടുക്കണം. ഒരു 10-25 ദിവസം നമ്മൾ അടുപ്പിച്ച് ചൂട് കൊടുക്കണം. അപ്പൊ ചേട്ടന് 1 ലോട്ട് 500 എണ്ണം എടുക്കുന്നത്. 500 എണ്ണത്തിന് എത്ര ബൾബ് കാണും? അതൊരു 5-6 ബൾബ് ഞാൻ 6 ബൾബ് ഇട്ട് കൊടുക്കും. അപ്പൊ ഇതുങ്ങൾ വന്ന ചൂടിന് വേണ്ടി കുന്നുകൂടി നിന്നിട്ട് സാധ്യത ഉണ്ടോ? ഇല്ല. അത് പല ഏരിയയിലായിട്ടാണ് കൊടുക്കുന്നത്. കുഴപ്പമില്ല. അത് ചൂട് ആവശ്യം ആൾക്കാർ ഒന്ന് കീഴേ നിൽക്കും, ബാക്കിയുള്ളവർ മാറും. തീറ്റ തിന്നാനായിട്ട് മാറും. അപ്പൊ സ്റ്റാർട്ടർ മാത്രമായിട്ട് കൊടുക്കുന്ന? സ്റ്റാർട്ടർ മാത്രം, വേറെ ഒന്നും കൊടുക്കില്ല. വേസ്റ്റും കൊടുക്കാനും പറ്റത്തില്ല? ഇല്ല. കുഞ്ഞിനെ കൊടുക്കില്ല. 1.5 ശേഷമുള്ളതെന്ന് പറയാമോ? അതിനുശേഷമാണ് ഞാൻ ഇച്ചിരി അരി മേടിച്ചു കൊടുക്കും. അരി പകുതി വേവിച്ചു കൊടുക്കും. പിന്നെ ഗോതമ്പ്. എന്തരിയാ? പച്ചരി തന്നെ മേടിച്ചു കൊടുക്കും. പിന്നെ ഗോതമ്പ്, പിന്നെ ചോറ്, ഈ കാറ്ററിംഗുകാരുടെ ചോറ് കിട്ടും, അത് ഇച്ചിരി ഇട്ട് കൊടുക്കും.
ഒറ്റയടിക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ഫുഡ് മാറുന്നതനുസരിച്ച് അതിന് പനി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേനും വാക്സിനേഷൻ ഉണ്ട്. എത്രാമത്തെ ദിവസമാണ് അത് 7-ാം പൊക്കം കൊടുക്കണം, 14-ാം പൊക്കം, പിന്നെ 42 വാക്സിനേഷൻ ഉണ്ട്. നമ്മൾ തന്നെ ചെയ്യോ? നമ്മൾ തന്നെ ഇല്ല, നമ്മൾ തന്നെ ചെയ്യണം. അത് നമ്മൾ ഇച്ചിരി ചിലത് വെള്ളത്തിൽ കലക്കി കൊടുത്താലും മതി. പിന്നെ പനി വരാതിരിക്കാനായിട്ടുള്ള മരുന്ന് വേറെ കൊടുക്കണം. അതെന്താ ചെയ്യുന്നത്? അത് വിമ്രാൾ ഉണ്ട്, വിമ്രാൾ നമ്മൾ കൊടുക്കണം. അതെങ്ങനെ അത് വെള്ളത്തിലാണ് കലക്കി കൊടുക്കുന്നത്. വിലക്കൂടില്ല, ഇത് കണ്ടിന്യൂസ് നമുക്ക് കൊടുക്കാനും പറ്റിയല്ല. കണ്ടിന്യൂസ് കൊടുത്ത അത് നമ്മുടെ ഇത് കയ്യിൽ നിന്ന് കാശ് കളയുള്ളൂ. ഇത് മൃഗാശുപത്രി എന്നൊക്കെ സപ്പോർട്ടാ കാര്യങ്ങൾ? മൃഗാശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മൃഗാശുപത്രി പോയി മരുന്ന് മേടിക്കും. പനിയൊക്കെ ഉണ്ടെങ്കിൽ അവർ മരുന്ന് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. പിന്നെ ചേട്ടാ അതിനുശേഷമുള്ള തീറ്റക്രമങ്ങളൊന്ന് പറയാമോ? അതിനുശേഷം പിന്നെ ഇതേ കൊടുക്കത്തുള്ളൂ, ഈ ഫുഡ് വേസ്റ്റ് തന്നെ. പിന്നെ ഒരു ഏരിയ തെളിച്ചു കഴിയുമ്പോൾ ഇതിന് പുല്ല് കൂടുതൽ വേണം, പുല്ല് ആവശ്യം കൂടുതലാണ്. ചേട്ടന് പറമ്പത്തിന് നല്ല ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പോത്തിനെ മേടിച്ചു, അത് കഴിഞ്ഞ് പോത്തിനെ മാറ്റി കിട്ടും. അത് കഴിയുമ്പോൾ അവിടെ ഈ ആടിനെ വിടും. പിന്നെ അത് കഴിയുമ്പോഴത്തേനും ആടിന്റെ പരിപാടി കഴിയുമ്പോഴത്തേനും പിന്നെ കോഴിയെ വിടും. അപ്പൊ അതിങ്ങനെ അനുസരിച്ച് ഇങ്ങനെ മാറി. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പം ചേട്ടൻ മുമ്പേ പറഞ്ഞ കോഴിയെ വിടുമ്പോഴത്തേക്ക് ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ഫുട്ബോൾ ഗ്രൗണ്ട് ഇതിപ്പോ ഇത് കണ്ടില്ലേ, ഒരൊറ്റ പുല്ല് കാണത്തില്ല. അപ്പൊ അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവിടെ അടുത്ത ഏരിയയിലേക്ക് അതല്ലേ ചോദിച്ചാ ഈ ഇങ്ങനെ ഗ്രൗണ്ട് പോലെ ആക്കിയ സ്ഥലം അവിടെ പിന്നെ പുല്ല് കളിക്കാൻ അടുത്ത ഒരു വർഷം വെയിറ്റ് ചെയ്യണം? അങ്ങനെ അതെ ഇല്ല, 6 മാസം ഒരു സീസൺ ആകുമ്പോഴത്തേനും പിന്നെ അവിടെ പെട്ടെന്ന് പുല്ല് കിടക്കും. അപ്പൊ എങ്ങനെ കോഴിക്കാഷ്ടം കിടക്കുക, വളവും കിടക്കുക, നമ്മൾ കൊടുത്ത ഫുഡ് വേസ്റ്റ് കിടക്കുക, അതിന്റെ അരികളെല്ലാം കിടപ്പുണ്ട്. ഇഷ്ടംപോലെ കൂർക്കുന്ന ഇത് ക്യാരറ്റ് ഇതെല്ലാം കിളുത്ത് വരും. ഈ തണ്ണിമത്തനെ ഇതെല്ലാം അവിടെ കിളുത്ത് വെച്ചാൽ അത് തന്നെ അവിടെ തന്നെ അവിഞ്ഞു പോക്കോളും. ചില കുറച്ചൊക്കെ കായ്ക്കും, കുറച്ചൊക്കെ അങ്ങ് പോവും. പിന്നെ ഈ പൂവൻകോഴിയുടെ മാർക്കറ്റ് എങ്ങനെ? പൂവൻകോഴിക്ക് ഇവിടെ വന്ന് മേടിച്ചോണ്ട് പോകും ആൾക്കാരെ. ഡ്രസ് ചെയ്ത് കൊടുക്കുവോ? ഇല്ല, ജീവനോടെ തന്നെ കൊടുക്കും. അപ്പൊ ഈ ബൾക്കായിട്ട് വാങ്ങിക്കാൻ വരുന്നവർക്ക് അവർക്ക് ഇച്ചിരി ഡിസ്കൗണ്ട് കൊടുക്കും. കടക്കാർക്ക് വേറെ ഡിസ്കൗണ്ട് ഉണ്ട്. കടക്കാർ ബൾക്കായിട്ട് 10, 20, 25 എണ്ണം എന്നിട്ട് മേടിച്ചോണ്ട്. ഈ പൂവൻകോഴി വാങ്ങുമ്പോൾ അതിന്റെ കിലോ കണക്കിന് എങ്ങനെ തൂക്കമാണ്? ഇപ്പോഴത്തെ റേറ്റ് പല റേറ്റ് ആണ്. 150 രൂപ തൊട്ട് മേലോട്ടുണ്ട് റേറ്റ് ഉണ്ട് പൂവൻകോഴിക്ക്. പിന്നെ അതിനകത്തുനിന്ന് വരുന്ന പെടക്കോഴിയാണ് ഞാൻ മാറ്റിയിടുന്നത്. അപ്പൊ ചേട്ടന് സാധാരണ ഒരു 500 ഒരു ലോട്ട് 500 വാങ്ങുന്നത്. 500 പൂവൻകോഴി കുഞ്ഞുങ്ങളെ വാങ്ങുമ്പോൾ 5, 8, 10 കോഴിയൊക്കെ കിട്ടും. ചിലപ്പോ 1, 2 ഒക്കെ കാണത്തുള്ളൂ. അത് പൊട്ടുകഴിച്ച് നമുക്ക് ലക്കുണ്ടെങ്കിൽ കിട്ടും. അത്രേ ഉള്ളൂ. പിന്നെ ചേട്ടാ ഈ കോഴി കർഷകരെ ആൾക്കാർക്ക് പുതിയതായിട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള ട്രെയിനിങ് ഒക്കെ ഉണ്ട്. ഇതിന് സർക്കാരിന്റെ ട്രെയിനിങ് ഉണ്ട്. തലയോലപ്പറമ്പില് മൃഗസംരക്ഷണ വകുപ്പിന്റെ ഒരു ട്രെയിനിങ് ഉണ്ട്. അതിന് അവര് ഫ്രീ ഓഫ് ക്ലാസ് ആണ്. 3 ദിവസത്തെ ക്ലാസ് ഉണ്ട്. സ്റ്റൈപ്പൻഡും കിട്ടും. 3 ദിവസം 3 ദിവസത്തെ സ്റ്റൈപ്പൻഡ് ഒരു അറൌണ്ട് 500 പെർ ഡേ അല്ല, 500 rupees ആണ് അവർ 3 ദിവസത്തേക്ക് കൊടുക്കുന്നത്. ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ട് അവർ കൊടുക്കും. ട്രെയിനിങ് ഫ്രീ ആണ്, ഫുഡും ഫ്രീ ആണ്. അത് സ്റ്റേ ഇല്ല, അവിടെ സ്റ്റേ ഇല്ല, പോയി വരിക. ഇവിടെ ഞാൻ ട്രെയിനിങ്ങിന് പോയതാണ്. നല്ല ട്രെയിനിങ് ആണ്. ഡോക്ടേഴ്സ് തന്നെയാണ് എടുക്കുന്നത്. അത് ആടിന്റെ ഉണ്ട്, പോത്തിന്റെ ഉണ്ട്, പശുവിന്റെ എല്ലാ മൃഗങ്ങൾക്കും തലയോലപ്പറമ്പിൽ ട്രെയിനിങ്. ഈവൻ മൊയലിന് വരെ ട്രെയിനിങ് ഉണ്ട്. എല്ലാത്തിനും ട്രെയിനിങ് ഉണ്ട്. അവർ സർട്ടിഫിക്കറ്റും തരും. 3 ദിവസം കഴിയുമ്പോൾ ഓൺ ദ സ്പോട്ട് അവർ സർട്ടിഫിക്കറ്റ് തരും. അത് വെച്ച് അപേക്ഷിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ലോൺ കിട്ടാനായിട്ടൊക്കെ ചാൻസസ് കൂടുതലാണ്. പുതിയതായിട്ട് വരുന്ന കർഷകരോട് പറയാനുള്ളത് എന്താ? ആദ്യം ട്രെയിനിങ്ങിന് പോകണം. ട്രെയിനിങ്ങിന് പോയിട്ട് അവർ പറയും. അപ്പോൾ അത് ഉൾക്കൊണ്ടിട്ട് പറ്റുമോ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ആലോചിച്ചതിന് ശേഷം അവരുടെ അതിന്റെ ബെനിഫിറ്റും ഫോൾട്ടും ഡീഫോൾട്ടും എല്ലാം അവർ പറഞ്ഞു തരും. അപ്പൊ അതിനുശേഷം എത്രമാത്രം കോഴിക്കുഞ്ഞുങ്ങളെ ആദ്യം ഒന്ന് എടുക്കാൻ പറ്റുമോ അതനുസരിച്ച് വളർത്താൻ. ഒരു വീട്ടില് ഒരു 5-8 എണ്ണമൊക്കെ വളർത്തുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. മുട്ടയും കിട്ടും, ആവശ്യത്തിന് കിട്ടും വീട്ടില്. പിന്നെ ഇതാണ് ഈ പട്ടി ശല്യം, കൂർക്കൻ്റെത്, കീരി ശല്യം. അതിന് കൂട് നമ്മൾ ഉണ്ടാക്കിയിട്ടിട്ട് നെറ്റും ഇതുപോലെ നെറ്റൊക്കെ ഉണ്ടാക്കിയിടുകയാണെങ്കിൽ അത് ഇച്ചിരി ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ചേട്ടാ ഈ മുട്ട എങ്ങനെ മാർക്കറ്റിംഗ്? മുട്ട ഇവിടെ തന്നെ വന്ന് മേടിക്കും ആൾക്കാർ. ഈ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം. വില എങ്ങനെയാ? 8 രൂപ വിലയ്ക്ക് ഞാൻ കൊടുക്കുന്നത്.
ഓക്കെ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് വേറെ വല്ലതും പറയാനുണ്ടോ അതിനെക്കുറിച്ച്? ട്രെയിനിങ്ങിന് പോവുക അത്യാവശ്യമാണത്. ഏത് സാധനത്തിന് പോയാലും ട്രെയിനിങ്ങിന് പോകണം. ട്രെയിനിങ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അവിടെ പോയി രജിസ്റ്റർ ചെയ്താൽ അവർ ആ സമയമാകുമ്പം വിളിക്കും. അവർ ഇത്ര ഒരു 10, 25 പേര് 30 പേര് ആകുമ്പോഴത്തേനും അവർ ഒന്നര വിളിക്കും. പന്നിക്ക് ട്രെയിനിങ് ഉണ്ട്, എല്ലാത്തിനും ട്രെയിനിങ്ങിന് പോകുമ്പോഴത്തേനും അവർ അതിനകത്ത് ശാസ്ത്രീയമായിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് അവർ പറഞ്ഞു തരും. അതിനുശേഷം അതിനകത്ത് കയറുക എന്നുള്ളതാണ്. ഇപ്പൊ ചേട്ടൻ എത്ര വർഷമായി വന്നിട്ട് ഈ ഫീൽഡിൽ? ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. 3 വർഷമായുള്ളൂ. ഗൾഫിൽ നിന്ന് 4 വർഷമായി. 4 വർഷമായി. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ 4 വർഷം കഴിഞ്ഞു. 5 വർഷമായി. 1 വർഷം ഇങ്ങനെ നോക്കി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ. അത് കഴിഞ്ഞ് ട്രെയിനിങ്ങിന് ഇങ്ങനെ പോയി. ഞാൻ മൃഗാസ്ത്രീ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ ട്രെയിനിങ് ഉണ്ട്, ട്രെയിനിങ് പോയി അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ട്രെയിനിങ്ങിന് പോയി. പിന്നെ ചിലവ് കുറഞ്ഞ ഒരു പരിപാടി, വലിയ പരിപാടിയിലേക്ക് കിട്ടുന്ന കാശെടുത്ത് വൻ പദ്ധതികൾ തുടങ്ങാതെ ചെറിയ പരിപാടിയിലേക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന കാശുകൊണ്ട് പോയാൽ ഇത്രേ പോകുള്ളൂ. പരീക്ഷണാർത്ഥം തുടങ്ങുക. അങ്ങനെ തുടങ്ങുക. കള്ളവാനം ലോണും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് പാടെ പ്രശ്നങ്ങളാവും. ഓക്കെ. അപ്പോൾ ചേട്ടാ, മാത്യു ചേട്ടാ, ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. മാത്യു ചേട്ടൻ്റെ സ്ഥലം ചങ്ങനാശ്ശേരിക്ക് സമീപം കുറുമ്പനാടം കൊല്ലംപറമ്പിലാണ്. കൊല്ലംപറമ്പിൽ ചേട്ടൻ്റെ ഫോൺ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കോ സഹായങ്ങൾക്കോ ചേട്ടനെ സമീപിക്കാവുന്നതാണ്. ശരി, ഓക്കെ, താങ്ക് യു.